ബോബോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുള്ളൊരു മൊബൈൽ ഹോൾഡറാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന ഡെലിവറി ബോയ്സിന് അത്യാവശ്യം ഉപകരിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. പിന്നെ ഇതിൽ മൊബൈൽ ചാർജിങ് ഇല്ലാത്ത ടൈപ്പാണ്. ചാർജിങ് ഉള്ള വേരിയൻറ്റ് വേറെ ഒരെണ്ണം അല്ലാതെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഞാനിത് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ചെറിയൊരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ പാക്കറ്റിനകത്ത് എന്തോന്നൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഒരു 3M ഒരു ടാപ്പ് കാണാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ഹോൾഡർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അലങ്കിയുടെ ടൂൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൂൾ തപ്പി നടക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ഇതേപോലുള്ള 4 പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇതിൻ്റെ സ്പേസറാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ഇത് വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം അവർ തരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 4 എണ്ണം എന്ന് പറയുന്നത് 2 പെയറാണ്. അപ്പോൾ വ്യത്യസ്തമായ 2 സൈസിലുള്ള 2 സ്പേസർ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. പ്ലാസ്റ്റിക്കിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഇതേപോലത്തെ ഒരു സാധനം കാണും. ഇവിടെ ഒരു മെറ്റലിൻ്റെ റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിറർ മൗണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ മിററിൽ നമ്മൾ മൊബൈൽ ഹോൾഡർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോണ്ട ആക്റ്റീവ, ഫാസിനോ, റേ അതേപോലുള്ള വണ്ടികൾക്കൊക്കെ നമ്മുടെ ഗിയർലെസ് സ്കൂട്ടറിനൊക്കെ നമുക്ക് മിററിൽ മാത്രമേ ഈ സാധനം വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മൗണ്ടാണ് ഇത്. അപ്പോൾ ഇതാണ് ക്ലോ ഗ്രിപ്പ്. പിന്നെ ഇവിടെ നമ്മൾ ലൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇങ്ങനെ വികസിച്ച് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊബൈൽ ഇറക്കിയിട്ട് നമുക്ക് ഈ ഒരു നോബിൽ പിടിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പോർഷൻ അലൂമിനിയത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പുതുമ എപ്പോഴും അവിടെ തന്നെ കാണും. പിന്നെ ഇവിടെ 2 സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ പീൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും അവിടെ ഒരു റബ്ബർ പോർഷനാണ് വരുന്നത്. അതായത് നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാതിരിക്കാനുള്ളൊരു ഗ്രിപ്പാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാൻഡിലിൽ ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പ്. ഇതിങ്ങനെ നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ആ സൈസർ വെച്ചിട്ട് ഹാൻഡിലിൽ വെച്ച് നമ്മളിവിടെ അല്ലെങ്കിൽ ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബോൾ പോലത്തെ ഈ ഒരു ഭാഗത്തിലാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാമ്പ് നമ്മൾ എടുക്കണം. ഈ ക്ലാമ്പാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നിട്ടുള്ള സ്പേസറിൽ ഈ വലിയ ഗ്രൂ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒട്ടുമിക്ക ഹാൻഡിലുകളിലും സ്യൂട്ട് ആവുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ മിറർ മൗണ്ടിൻ്റെ സ്പേസറാണ് ആ ചെറുത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എടുത്ത് ഇതിൽ വയ്ക്കുക. ഇതിനെ നമ്മൾ ഹാൻഡിലോട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വയ്ക്കുന്നത് ആക്ച്വലി വേറൊരു വണ്ടിയിലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള ഈ ഒരു ടേപ്പ് നമ്മൾ ആദ്യം നമ്മൾ വയ്ക്കുന്ന ആ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഈ സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കും. ഇതും പ്രശ്നമൊന്നുമില്ല, ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി, അവിടെ നിന്നോളും. എന്നിട്ട് ഇതിൽ തന്നിട്ടുള്ള അലങ്കി ബോൾട്ടും അതിൻ്റെ കൂടെ തന്നെയുള്ള വാഷറും ഇട്ട് നമ്മളിതൊന്ന് ടൈറ്റ് ചെയ്യാൻ പോകുന്നു. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇട്ട് കൊണ്ട് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു നോബ് ഇതിനകത്ത് ഇടുകയാണ്. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇതിലേക്ക് അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ഇതങ്ങ് സെറ്റ് ആയിക്കോളും. ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ബോളിനകത്തേക്ക് പ്രസ് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പുറകിൽ ക്ലോക്ക് വൈസിലാണ് അതിൻ്റെ ത്രെഡ് വരുന്നത്. ജസ്റ്റ് ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട. നമുക്ക് മൊബൈൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ അല്പം പൊങ്ങിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ബോൾട്ടൊന്ന് ലൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇവിടെ സെറ്റായിട്ടുണ്ട്. മൊബൈൽ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. മൊബൈൽ വയ്ക്കാനായിട്ട് ആദ്യം ഇതിനെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ മതി. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ അതിലേക്ക് നമ്മുടെ ഏതാണോ നമുക്ക് ആവശ്യമുള്ള മൊബൈൽ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കണം. എന്നിട്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് എടുക്കാനോ വയ്ക്കാനൊക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ബലമുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ബിൽഡാണ് അവരിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം നാവിഗേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വളരെ സഹായകരമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് മിററിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മിററിൻ്റെ റബ്ബർ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് പൊക്കുക. അപ്പോൾ നമ്മുടെ മിററിൻ്റെ ബോൾട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ബോൾട്ട് ലൂസ് ചെയ്യുക. ഈ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് മിററിനെ കറക്കി ഊരി എടുക്കണം. എന്നിട്ട് ഈ ഒരു ക്ലാമ്പിനെ മിററിനകത്തൂടെ ഇറക്കി വെച്ചിട്ട് മിററിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ സിമ്പിളാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ നമ്മളെ ക്ലാമ്പ് എങ്ങനെ സെറ്റ് ചെയ്തോ അതേപോലെ ഈ ഒരു സ്പേസർ അതിലിടണം. എന്നിട്ട് നമുക്ക് ആ ടാപ്പ് ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ ടാപ്പോട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ടൈറ്റായിട്ടിരുന്നോളൂ. ഈ സ്പേസർ ഉണ്ട്, ഇതിൻ്റെ കറക്റ്റ് സൈസാണ്. അപ്പോൾ ഈ സ്പേസർ ഇട്ട് നമുക്ക് ആ ക്ലാമ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ നമുക്ക് ടിൽറ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടപ്രകാരം നമുക്ക് ഉപയോഗിക്കാം. അത് ഈ സൈഡിലോ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എവിടെ വേണോ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബോബോ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലാതെ യെല്ലോ ഫിൻ എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെയും കൂടെ മൊബൈൽ ഹോൾഡർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടിലും എഴുതിയിരിക്കുന്ന പേരും കാര്യങ്ങളൊക്കെ സെയിം ആണ്. യെല്ലോ ഫിൻ എന്ന് പറയുന്നിടത്ത് മറ്റേ ബോബോ വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. പിന്നെ യെല്ലോ ഫിൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഈ സാധനം ഏകദേശം ഒരു വർഷത്തോളം പഴക്കമുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബോബോയ് അങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.